கேரளம் மாநிலம் வயநாடு பகுதியில் ஏற்பட்ட நிலச்சரிவில் சிக்கி பலியானோர் எண்ணிக்கை 107 அதிகரித்துள்ளது. மேலும் கேரள மாநிலத்தில் ஏற்பட்டுள்ள நிலச்சரிவால் பாதிக்கப்பட்டவர்கள் மீட்கும் பணிகளும் தீவிரமாக நடைபெற்று வருகின்றன. தமிழ்நாட்டிலிருந்து சுற்றுலா சென்றோர் குறித்தான விவரங்கள் தெரியவில்லை என்றால் 1070 என்ற மாநில அவசர கட்டுப்பாட்டு மையம் எண்ணும் அறிவிக்கப்பட்டுள்ளது. இந்நிலையில் கேரள மாநிலத்தில் ஏற்பட்ட இந்த நிலச்சரிவால் சிக்கி பாதிக்கப்பட்டோருக்கு உடனடியாக ரூபாய் 5 கோடி நிவாரணம் அளிக்கப்படும் என்றும் முதலமைச்சர் மு.க.ஸ்டாலின் அறிவித்துள்ளார். அதன்படி அம்மாநிலத்திற்கு ரூபாய் 5 கோடி உடனடியாக நிவாரணம் கொடுக்கப்படும் என்றும் தெரிவிக்கப்பட்டுள்ளது. இந்நிலையில் கேரள முதலமைச்சர் பினராயி விஜயன் இது குறித்தான செய்திகளை வழங்குவதற்காக செய்தியாளர்களை சந்தித்துள்ளார். அதனை நாம் நேரடியாக பார்த்து கொண்டிருக்கின்றோம். இதுவரை 42 பேரின் சடலங்கள் அடையாளம் காணப்பட்டுள்ளதாகவும் பலி எண்ணிக்கை மேலும் அதிகரிக்கக்கூடும் என்றும் அஞ்சப்படுகின்றது. வயநாடு பகுதியில் இருக்கக்கூடிய சூழ் மலைப்பகுதியில் ஏற்பட்ட இந்த திடீர் நிலச்சரிவால் 500க்கும் மேற்பட்ட வீடுகள் பாதிக்கப்பட்டுள்ளன. 1000க்கும் மேற்பட்டோர் மண்ணில் புதைந்துள்ளனர். இந்நிலையில் மீட்புப் பணிகள் தீவிரமாக நடைபெற்று வருகின்றது. 107 பேர் இதுவரை பலியாகி இருப்பதாக தகவல் தெரிவிக்கப்பட்டுள்ள நிலையில் 42 பேரின் உடல்கள் அடையாளம் காணப்பட்டுள்ளன என்று கேரள முதல்வர் பினராயி விஜயன் தெரிவித்துள்ளார். തற்போது അതിനെ നാം നേരടിയാக பார்த்து കൊണ്ടിരിக்கின்றோம். ഈ കാര്യങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ ഉള്ള സന്നദ്ധത അറിയിച്ചിട്ടുമുണ്ട്. എല്ലാവരും ഏകോപിതമായ പ്രവർത്തനമാണ് അവിടെ നടത്തുന്നത്. അപകട വിവരം അറിഞ്ഞ ഉടനെ തന്നെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു. 5 മന്ത്രിമാർ ഇപ്പോൾ വയനാട്ടിൽ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. മന്ത്രിമാരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ സൈന്യത്തിൻ്റെ സഹായം ഉൾപ്പെടെയുള്ള ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നമുക്കാകാവുന്ന രീതിയിലുള്ള രക്ഷാപ്രവർത്തനമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സേനാ വിഭാഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള സഹായമാണ് ചെയ്തു തരുന്നത്. പരമാവധി ജീവൻ രക്ഷിക്കാനും പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഒരുക്കാനും മറ്റുള്ളവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനുമാണ് ശ്രമിക്കുന്നത്. ഇതിനകം വയനാട്ടിൽ 45 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 3069 ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തൊട്ടാകെ 118 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാനത്താകെ എടുത്താൽ 5531 ആളുകളെ ക്യാമ്പുകളിൽ താമസിപ്പിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ്, NDRF, പോലീസ് തുടങ്ങിയ വിവിധ സേനകൾ യോജിച്ചിവിടെ പ്രവർത്തിക്കുകയാണ്. സൈനിക വിഭാഗങ്ങളുടെ സഹായവും അടിയന്തര പ്രാധാന്യത്തോടെ ലഭ്യമാക്കിയിട്ടുണ്ട്. കരസേനയുടെയും നാവികസേനയുടെയും വിവിധ വിഭാഗങ്ങൾ രക്ഷാപ്രവർത്തനത്തിലെത്തുന്നുണ്ട്. ഫയർഫോഴ്സിൽ നിന്നും 329 അംഗങ്ങളെ വിവിധ ജില്ലകളിൽ നിന്നായി വയനാട്ടിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ഇതിൽ വാട്ടർ റെസ്ക്യൂ അക്കാദമിയിലെ 35 ട്രെയിൻഡ് അംഗങ്ങളും 86 സിവിൽ ഡിഫൻസ് ആപ്തമിത്ര അംഗങ്ങളും ഉൾപ്പെടുന്നുണ്ട്. NDRFന്റെ 60 അംഗ ടീമിൽ ഇതിനകം തന്നെ അവർ വയനാട്ടിലെത്തിയിട്ടുണ്ട്. കൂടാതെ ബാംഗ്ലൂരിൽ നിന്നുള്ള സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടു. DSCയുടെ 64 പേരടങ്ങുന്ന ടീം വയനാട് എത്തിയിട്ടുണ്ട്. 89 പേരുടെ ടീം പുറപ്പെട്ടിട്ടുമുണ്ട്. മറ്റൊരു DSC ടീം കണ്ണൂരിൽ സജ്ജമാണ്. സുലൂരിൽ നിന്ന് വയനാട്ടിലേക്ക് പുറപ്പെട്ട എയർഫോഴ്സിന്റെ 2 ചോപ്പറുകൾ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കോഴിക്കോട് നിൽക്കുകയാണ്. ഇപ്പോൾ വൈകുന്നേരം മഴ കുറച്ച് മാറിയപ്പോൾ ഈ അവസ്ഥയിൽ വീണ്ടും ആ ശ്രമം തുടരാൻ പറ്റുമോ എന്നുള്ളത്
ഒന്നുകൂടി അവരുമായി ബന്ധപ്പെടുന്നുമുണ്ട്. ഇതുകൂടാതെ നേവിയുടെ റിവർ ക്രോസിംഗ് ടീമിനായും ETF ആർമിയുടെ ഒരു ടീമിനായും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ടീമിനായും റിക്വസ്റ്റ് നൽകിയിട്ടുമുണ്ട്. കൂടാതെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 30 പേരടങ്ങുന്ന NDRF ടീമുകളെ ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലേക്കും നിയോഗിച്ചിട്ടുണ്ട്. ആരക്കോണത്ത് നിന്നുള്ള സംഘം പാലക്കാട്ടേക്ക് പുറപ്പെട്ടിട്ടുമുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതിന് ഉത്തരമേഖല IG, DIG എന്നിവർ ദുരന്ത മേഖലയിൽ എത്തിയിട്ടുണ്ട്. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ചുമതലപ്പെടുത്തിയ ക്രമസമാധാന വിഭാഗം ADGPയും വയനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും. പോലീസിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും തെരച്ചിൽ സംഘങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി கேரள மாநிலம் வயநாடு நிலச்சரிவில் சிக்கி பலியானோர் எண்ணிக்கை 107 உயர்ந்துள்ளதாகவும் இதில் 42 பேரின் உடல்கள் அடையாளம் காணப்பட்டுள்ளதாகவும் கேரள முதலமைச்சர் பினராயி விஜயன் தெரிவித்தார். மேலும் அங்கு தேசிய பேரிடர் மாநில பேரிடர் குழுவினர் தீவிர பாதுகாப்பு ஏற்பாடு ஈடுபட்டுள்ளதாகவும் மீட்பு பணி தொடர்ந்து நடைபெற்று வருவதும் தெரிவித்த நேரலை காட்சிகளை நாம் பார்த்தோம்.